നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളാർ ഫോമിൽ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ കാണും, അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഇൻ പോളാർ ഫോം. സോ ഞാനൊരു കോംപ്ലക്സ് നമ്പർ Z1 ഇസ് ഈക്വൽ ടു R1 ഇൻറ്റു കോസ് തീറ്റ 1 പ്ലസ് I സൈൻ തീറ്റ 1. അതുപോലെ തന്നെ Z2 ഇസ് ഈക്വൽ ടു R2 ഇൻറ്റു കോസ് തീറ്റ 2 പ്ലസ് I സൈൻ തീറ്റ 2. ഇങ്ങനെ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് Z1 Z2 ഇസ് ഈക്വൽ ടു R1 ഇൻറ്റു R2 കോസ് തീറ്റ 1 പ്ലസ് I സൈൻ തീറ്റ 2 ഇൻറ്റു കോസ് തീറ്റ 2 പ്ലസ് I സൈൻ തീറ്റ 2. ഇന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. R1 R2 ഇൻറ്റു cos theta 1 into cos theta 2 cos theta 1 into cos theta 2 I sin theta 1 into I sin theta 2. I square minus 1 വരും. So minus sin theta 1 sin theta 2. ഇനിയുള്ള രണ്ട് ടേംസിലും I ഉള്ള ടേമാണ്. I പുറത്തേക്ക് എടുക്കുന്നു. I പുറത്തേക്ക് എടുത്താൽ cos theta 1 into I sin theta 2. So I cos theta 1 sin theta 2 plus I into sin theta 1 cos theta 2 sin theta 1 cos theta 2. This is equal to R1 R2 into ഇത് നമുക്കറിയാം cos theta 1 cos theta 2 minus sin theta 1 sin theta 2. ഇത് cos theta 1 plus theta 2ൻ്റെ എക്സ്പാൻഷൻ ആണ്. So this is equal to cos theta 1 plus theta 2 plus I into ഇത് sin theta 1 cos theta 2 plus cos theta 1 sin theta 2 which is sin theta 1 plus theta 2. So ഇതാണ് ഒരു രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് പോളാർ ഫോമിൽ എഴുതിയാൽ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇവിടെ നമുക്കറിയാം മോഡ് Z1 Z2 ഇസ് ഈക്വൽ ടു ഇതാണ് R1 R2 R1 R2. R1 എന്ന് പറയുന്നത് മോഡ് Z1 ആണ്. R2 എന്ന് പറയുന്നത് മോഡ് Z2 ആണ്. അതുപോലെ തന്നെ Rക്ക് Z1 Z2 Z1 Z2ൻ്റെ ആർഗ്യുമെൻറ്റ് വന്നാൽ അതിനെ ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോമിൽ എഴുതിയാൽ ദിസ് ഇസ് R ഇൻറ്റു കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ. അപ്പോൾ ആർഗ്യുമെൻറ്റ് വരുന്നത് തീറ്റ 1 പ്ലസ് തീറ്റ 2 ആണ്. തീറ്റ 1 പ്ലസ് തീറ്റ 2 വിച്ച് ഇസ് ഈക്വൽ ടു ആർക്ക് Z1 പ്ലസ് ആർക്ക് Z2. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ മോഡുലസ് വരുന്നത് പ്രോഡക്റ്റ് ഓഫ് മോഡുലസ് ഓഫ് ഈച്ച് കോംപ്ലക്സ് നമ്പർ. പക്ഷേ ആർഗ്യുമെൻറ്റ് വരുന്നത് രണ്ടിൻ്റെ സമ്മാണ്. രണ്ട് ആർഗ്യുമെൻറ്റിൻ്റെ സമ്മായിട്ടാണ് വരുന്നത്. ഇതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ് എടുത്തത്. ഇതിന് പകരം n കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ Z1 Z2 എക്സെട്ര Zn are n complex numbers, then their product Z1 Z2 എക്സെട്ര Zn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് R1 R2 എക്സെട്ര Rn ഇൻറ്റു കോസ് തീറ്റ 1 പ്ലസ് തീറ്റ 2 പ്ലസ് എക്സെട്ര പ്ലസ് തീറ്റ n പ്ലസ് I സൈൻ തീറ്റ 1 പ്ലസ് തീറ്റ 2 പ്ലസ് എക്സെട്ര പ്ലസ് തീറ്റ n. ഇതായിരിക്കും എന്നിൻ്റെ കേസിലേക്ക് ഇത് ഈ ഫോർമുല എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുക. നെക്സ്റ്റ് നമുക്ക് കോഷ്യൻ്റ് ഡിഫൈൻ ചെയ്യാം. പോളാർ ഫോമിൽ കോഷ്യൻ്റ് എങ്ങനെ കാണാൻ നോക്കാം. സോ Z1 ഇസ് ഈക്വൽ ടു R1 ഇൻറ്റു കോസ് തീറ്റ 1 പ്ലസ് I സൈൻ തീറ്റ 1. Z2 ഇസ് ഈക്വൽ ടു R2 ഇൻറ്റു കോസ് തീറ്റ 2 പ്ലസ് I സൈൻ തീറ്റ 2. നമുക്ക് വേണ്ടത് Z1 ബൈ Z2 ആണ്.
സോ Z1 by Z2 Z എന്ന് വിളിച്ചാൽ നമുക്ക് പ്രോഡക്റ്റ് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ Z2 is equal to Z1 എന്ന് കിട്ടും. അപ്പം നേരത്തെ ഡിറൈവ് ചെയ്ത പോലെ ഡിറൈവ് ചെയ്യേണ്ട, നമുക്ക് ഇതിൻ്റെ ആർഗ്യുമെൻറ്റും മോഡുലസും കണ്ടാൽ മതി. സോ മോഡ് Z2 is equal to mod Z into mod Z2. നമ്മൾ മുന്നേ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചതാണ്. സോ mod Z2 is equal to mod Z1. Therefore mod Z is equal to mod Z1 by mod Z2. അതുപോലെ ആർഗ് Z2 കാണാം. ആർഗ് Z2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർഗ് Z2 എന്ന് പറഞ്ഞാൽ ആർഗ് Z പ്ലസ് ആർഗ് Z2 ആണ്. നേരത്തെ പ്രോഡക്റ്റ് വെച്ചിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു ആർഗ് Z1 ആണ്. which is equal to arg Z1. So arg Z is equal to arg Z1 minus arg Z2. സോ ഇത് വെച്ചിട്ട് നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കോഷ്യൻ്റ് കാണാം. Z1 by Z2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡുലസ് വരുന്നത് മോഡ് Z1 by mod Z2 ആണ്, വിച്ച് ഈസ് R1 by R2 ഇൻറ്റു ആർഗ് Z എന്ന് പറഞ്ഞാൽ ആർഗ് Z1 മൈനസ് ആർഗ് Z2 ആണ്, വിച്ച് ഈസ് θ1 മൈനസ് θ2. ദാറ്റ് ഈസ് കോസ് θ1 മൈനസ് θ2 പ്ലസ് I ഇൻറ്റു സൈൻ θ1 മൈനസ് θ2. ഇങ്ങനെയാണ് കോഷ്യൻ്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് കാണുന്നത്. അടുത്തത് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഇൻവേഴ്സ്, അതായത് Z തന്നാൽ 1/Z കാണാൻ. സോ അതിന് നമുക്ക് Z1 ഈക്വൽ ടു 1 പ്ലസ് Z1 ഈക്വൽ ടു 1 പ്ലസ് I0. ഇതിനെ എന്താ പറയുക, പോളാർ ഫോമിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ 1 ഇൻറ്റു കോസ് ആർഗ്യുമെൻ്റ് 0 ആണ്. സോ 0 പ്ലസ് I സൈൻ 0 എന്ന് എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ 1/Z കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോഷ്യൻ ഫോമുല ഉപയോഗിച്ചാൽ മുകളിലത്തേൻ്റെ മോഡുലസ് 1 ആണ്, താഴത്തേൻ്റെ മോഡുലസ് 1/mod Z ഇൻറ്റു കോസ് 0 മൈനസ് തീറ്റ പ്ലസ് I സൈൻ 0 മൈനസ് തീറ്റ എന്ന് കിട്ടും. 1/mod Z എന്ന് പറഞ്ഞാൽ 1/R ഇൻറ്റു കോസ് മൈനസ് തീറ്റ, കോസ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെയാണ്. സോ ദിസ് ഈസ് കോസ് തീറ്റ പ്ലസ് cos theta plus I sin minus theta. I minus theta minus I sin theta എങ്ങനെ വരും? സോ പോളാർ ഫോം ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് Z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/R ഇൻറ്റു 1/മോഡുലസ് ഓഫ് Z ഇൻറ്റു കോസ് ഓഫ് മൈനസ് തീറ്റ പ്ലസ് I ഓഫ് I സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് വരും. ഈ ഒരു ഫോർമുലയിൽ ആർഗ് Z1 Z2 ഇസ് ഈക്വൽ ടു ആർഗ് Z1 പ്ലസ് ആർഗ് Z2. ഈ ഫോർമുലയിൽ നമുക്കറിയാം ആർഗ് Z എന്ന് പറയുന്നത് ഒരു മൾട്ടി വാല്യൂഡ് ഫംഗ്ഷനാണ്, ഒരു വാല്യൂ അല്ല ഉള്ളത്. അതായത് തീറ്റ ഒരു പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് ആണെങ്കിൽ തീറ്റ പ്ലസ് ഓർ മൈനസ് 2nπ ഇതെല്ലാം ആർഗ് Z-ൻ്റെ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫോർമുലയിൽ നമ്മൾ ആർഗ് Z1 അതിൻ്റെ ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുക, ആർഗ് Z2 ഏതെങ്കിലും ഒരു വാല്യൂ എടുത്താൽ ഇതും ഈ ആർഗ് Z1 Z2 അതിലത്തെ ഏതെങ്കിലും ഒരു വാല്യൂ തന്നെ ആയിരിക്കും. പക്ഷേ ക്യാപിറ്റൽ ആർഗ് Z1 Z2 അതായത് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുമ്പോൾ മൈനസ് പൈൻ്റെയും പ്ലസ് പൈൻ്റെയും ഇടയ്ക്കുള്ള ഈ ആർഗ് Z-ൻ്റെ സ്മോൾ ആർഗ് Z-ൻ്റെ വാല്യൂ വിച്ച് ഇസ് ക്യാപിറ്റൽ ആർഗ് Z1 ഇത് ഈ ഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല.
ഇത് ഹോൾഡ് ചെയ്യുന്നില്ല, ഇത് തെറ്റാണ്. ഇങ്ങനൊരു റിലേഷൻഷിപ്പ് ഇല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ Z1 സേ -1 എടുക്കുക, Z2 സേ I എടുക്കുക. അങ്ങനെയാണെങ്കിൽ ആർഗ് Z1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് -1 ഇവിടെയാണ് കിടക്കുന്നത്. സോ ഇത്രയും റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ്, അതായത് പൈ. ആർഗ് Z1 എന്ന് പറഞ്ഞാൽ പൈ ആണ്. Z2 I എന്ന് പറയുന്നത് ഇവിടെയാണ് കിടക്കുന്നത്, ഇങ്ങോട്ടേക്ക് പറഞ്ഞാൽ π/2. സോ ആർഗ് Z2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് π/2 ആണ്. ആർഗ് Z1 Z2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റ് ആണ്. ആർഗ് -i എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കിടക്കുന്നത്. ആർഗ് -i എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -i ഇത് ഇവിടുന്ന് ഇങ്ങോട്ടാണ്, ഇവിടെയാണ് -i കിടക്കുന്നത്. സോ ഇവിടുന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്. സോ -π/2 ആണ്, -π/2 ആണ്. പക്ഷേ ആർഗ് Z1 പ്ലസ് ക്യാപിറ്റൽ ആർഗാണ്, പ്രിൻസിപ്പൽ വാല്യൂ ആണ്. സോ ക്യാപിറ്റൽ ആർഗ് Z2 is equal to π plus π/2 ആണ്. π plus π/2 എന്ന് പറഞ്ഞാൽ 3π/2 ആണ്. പക്ഷേ അതും ഇതും ഈക്വൽ അല്ല. സോ ഇത് തെറ്റാണ്. ഇത് മൾട്ടി വാല്യൂഡ് ഫംഗ്ഷൻ ആർഗ് Z1 Z2നെ ഈ റിലേഷൻഷിപ്പ് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. പ്രിൻസിപ്പൽ വാല്യൂവിനെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. The equation e raised to I theta is equal to cos theta plus I sin theta. ഇതിനെ ഓയിലേഴ്സ് ഫോർമുല എന്നാണ് വിളിക്കുന്നത്, ഓയിലേഴ്സ് ഫോർമുല. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പോളാർ ഫോമിനെ കുറച്ചും കൂടി കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോമിലേക്ക് എഴുതാൻ പറ്റും. അതായത് Z is equal to R into cos theta plus I sin theta. cos theta plus I sin theta e raised to I theta എന്ന് കൊടുക്കുക. സോ Z is equal to R e raised to I theta എന്നുള്ള സിമ്പിൾ ഫോമിലേക്ക് നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോമിനെ എഴുതി. നമുക്ക് ഇവിടെ ഈ e raised to I theta-നെ കുറിച്ച് പറയുകയാണെങ്കിൽ e raised to I theta 1 into e raised to I theta 2 this is equal to e raised to I theta 1 plus theta 2. സോ നമ്മളെ പ്രോഡക്റ്റ് പോളാർ ഫോമിലുള്ള പ്രോഡക്റ്റിൻ്റെ ഇതിൽ നിന്ന് മനസ്സിലാവും ഇതിൻ്റെ ഇത് എന്ന് പറയുന്നത് നാച്ചുറൽ എക്സ്റ്റൻഷൻ ആണെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ e raised to I theta 1 by e raised to I theta 2 this is equal to e raised to I theta 1 minus theta 2. സോ ആർഗ് Z1 minus Z2 എന്നുള്ള ആ ഫോമിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. സോ അതുപോലെ തന്നെ 1 by e raised to I theta എന്ന് പറഞ്ഞാൽ e raised to I into minus theta. സോ ഈ മൂന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകും എക്സ്പോണൻഷ്യൽ ഫോം ഈസ് ദി നാച്ചുറൽ എക്സ്റ്റൻഷൻ ഓഫ് പോളാർ ഫോം എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു പാരാമെട്രിക് ഒരു ഇക്വേഷൻ സേ Z is equal to R e raised to I theta where 0 less than or equal to theta less than or equal to 2π. ഇത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ ലോക്കസ്, അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് Z equal to R e raised to I theta, അതായത് ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് R ആണ്, ആർഗ്യുമെൻറ്റ് തീറ്റ വേരീസ് ഫ്രം 0 to 2π ആണ്. അപ്പം ഈ ഡിസ്റ്റൻസ് ആണ് R എങ്കിൽ ആ R മോഡുലസ് ആയിട്ട് 0-ൽ സ്റ്റാർട്ട് ചെയ്യും ഈ കോംപ്ലക്സ് നമ്പർ Z. എന്നിട്ട് R ഫിക്സഡ് ആണ്. എന്നിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് π/2 പൈയിലെത്തി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് 2πയിൽ തിരിച്ചെത്തുന്നു. സോ ഈ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് R ആണ്. ഇതുപോലെ മോർ ജനറൽ കേസ് നമുക്ക് ഫൈൻഡ് ചെയ്യാം. അതായത് ഒറിജിൻ അല്ലാത്ത ഇവിടെ ഒരു സർക്കിൾ കിട്ടണമെന്നായിരിക്കും. സേ Z0 എന്ന് പറയുന്ന സെൻറ്റർ ആയിട്ട്
ആർ റേഡിയസ് ഉള്ള സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇവിടുന്ന് ആർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്തു. ആംഗിള് 0 ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോയി 2πയിലെത്തുമ്പോൾ അത് ഇവിടെ എത്തും. സോ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ ഒരു പോയിന്റ് സെഡ്, ഒരു ആർബിട്രറി പോയിന്റ് സെഡ് ചൂസ് ചെയ്യുന്നു. സോ ഇത് സെഡും സെഡ് നോട്ടും അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് വരുന്ന പാരലലോഗ്രത്തിൻ്റെ ഓഫ് ഡയഗണൽ. ഈ ഡയഗണൽ അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും സെഡ് മൈനസ് സെഡ് നോട്ട്. സോ ഇതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈസ് ഈക്വൽ ടു ആർ എന്നുള്ള സർക്കിളാണിത്. അതായത് സെഡ് ഈസ് ഈക്വൽ ടു സെഡ് നോട്ട് പ്ലസ് ആർ ഇ റേസ് ടു ഐ തീറ്റ. ഇതാണ് ഈ സർക്കിളിൻ്റെ ഫോം. സെഡ് ഈസ് ഈക്വൽ ടു സെഡ് നോട്ട് പ്ലസ്, അതായത് സെൻറ്റർ ഷിഫ്റ്റ് ചെയ്യാണ് സെഡ് നോട്ടിലേക്ക്. സെഡ് ഈസ് ഈക്വൽ ടു സെഡ് നോട്ട് പ്ലസ് ആർ ഇ റേസ് ടു ഐ തീറ്റ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. സോ ഈ രീതിയിലാണ് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് സർക്കിൾ എഴുതാൻ പറ്റുന്നത്. നെക്സ്റ്റ് നമ്മൾ പവേഴ്സ് ഓഫ് ഈ കോംപ്ലക്സ് നമ്പേഴ്സിന് ഒരു ഫോർമുല ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കണ്ട മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ് ഇൻ പോളാർ ഫോം അതൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് സെഡ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ സെഡ് സ്ക്വയർ കിട്ടണം. സെഡ് സ്ക്വയർ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് സെഡ് ഇൻറ്റു സെഡ് ആണ്. ദാറ്റ് മീൻസ് മോഡുലസ് വരിക പ്രോഡക്റ്റ് ഓഫ് മോഡുലസ്, ദാറ്റ് ഈസ് ആർ ഇൻറ്റു ആർ, ആർ സ്ക്വയർ. ആർഗ്യുമെൻറ്റ് വരിക അതിൻ്റെ രണ്ടിൻ്റെയും സമ്മ്. സോ സെഡിൻ്റെ ആർഗ്യുമെൻറ്റ് തീറ്റ ആണെങ്കിൽ തീറ്റ പ്ലസ് തീറ്റ, ദാറ്റ് ഈസ് 2 തീറ്റ പ്ലസ് ഐ സൈൻ 2 തീറ്റ എന്ന് വരും. ഇതുപോലെ സെഡ് ക്യൂബ് കാണുന്ന സമയത്ത് സെഡ് സ്ക്വയർ ഇൻറ്റു സെഡ് വരും. സോ ആർ സ്ക്വയർ ഇൻറ്റു ആറ്, ആർ ക്യൂബ് കോസ് 2 തീറ്റ പ്ലസ് തീറ്റ, സോ കോസ് 3 തീറ്റ പ്ലസ് ഐ സൈൻ 3 തീറ്റ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അതായത് ഇവിടുത്തെ എക്സ്പ്രഷൻ എന്താ വെച്ചാൽ n ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ സെഡ് റേസ് ടു n ഈസ് ഈക്വൽ ടു ആർ റേസ് ടു n ഇൻറ്റു കോസ് n തീറ്റ പ്ലസ് ഐ സൈൻ n തീറ്റ. ഇതുപോലെ നെഗറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ ചെക്ക് ചെയ്ത് നോക്കാം. 1/z സ്ക്വയർ, 1/z സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1ന് നമുക്ക് കോസ് 0 പ്ലസ് ഐ സൈൻ 0 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ കോസ് 2 തീറ്റ പ്ലസ് ഐ സൈൻ 2 തീറ്റ. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡിവിഷന് നമുക്കറിയാം മോഡുലസിൻ്റെ കോഷ്യൻ്റ് ഇൻറ്റു കോസ്, ആർഗ്യുമെൻസുകൾ മൈനസ് ആണ്, ദാറ്റ് ഈസ് കോസ് 0 മൈനസ് 2 തീറ്റ, ദാറ്റ് ഈസ് കോസ് മൈനസ് 2 തീറ്റ പ്ലസ് ഐ സൈൻ മൈനസ് 2 തീറ്റ മൈനസ് 2 തീറ്റ. സോ അവിടെയും ഈ ഫോർമുല ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. 1/z ക്യൂബ് എന്ന് പറഞ്ഞാൽ 1/r ക്യൂബ് ഇൻറ്റു കോസ് മൈനസ് 3 തീറ്റ പ്ലസ് ഐ സൈൻ മൈനസ് 3 തീറ്റ കിട്ടും. സോ ഇത് ജനറൽ ആയിട്ടുള്ള ഫോർമുലയാണ്. where n belongs to z. Z raised to n is equal to r raised to n cos n theta plus I sin n theta. ഈ ഫോർമുലയിൽ ആറ് 1 ആയിട്ട് എടുക്കുക. ആറ് 1 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 1 ഈക്വൽ ടു സെഡ് ഈസ് ഈക്വൽ ടു ആറ് 1 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ ആറ് 1 ആയിട്ട് എടുക്കുക. ആറ് 1 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ സെഡ് റേസ് ടു n എന്ന് പറയുന്നത് ആറ് മോഡുലസ് 1 ആണ്. സോ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഹോൾ റേസ് ടു n എന്ന് കിട്ടും. ലെഫ്റ്റ് സൈഡിൽ ആറ് 1 ആയി 1 റേസ് ടു n 1 കോസ് n തീറ്റ പ്ലസ് ഐ സൈൻ n തീറ്റ. ഇതിനെ നമുക്ക് ഇ റേസ് ടു ഐ തീറ്റ എന്ന് എഴുതാം. സോ ഇ റേസ് ടു ഐ എൻ തീറ്റ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ ഹോൾ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ എൻ തീറ്റ എന്ന് കിട്ടും.
where n is equal to where n belongs to Z. n is equal to 0 plus or minus 1. ഈ ഫോർമുലയിൽ പറയുന്നതാണ് ഡി മൂവീസ് തിയറം. ഇതിന് പറയുന്നതാണ് ഡി മൂവീസ് ഫോർമുല. Next, nth root of a non-zero complex number. If w raised to n is equal to z, where z not equal to 0, then we say that w is the nth root of the non-zero complex number z. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് nth റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റിനെ ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് എടുക്കുന്നു. ഡബ്ല്യുവിനെ റോ കോസ് 5 പ്ലസ് ഐ സൈൻ 5 എന്ന് എടുക്കുന്നു. എന്നിട്ട് nth റൂട്ടിന് ഒരു ഫോർമുല ഉണ്ടാക്കാൻ പോവുകയാണ്. സോ നമുക്ക് അറിയാവുന്ന കാര്യം w raised to n equal to z എന്നാണ്. സോ വിച്ച് ഇംപ്ലൈസ് w എന്ന് പറയുന്നത് റോ കോസ് 5 പ്ലസ് ഐ സൈൻ 5 ആണ്. അതിൻ്റെ റേസ് ടു n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പവറിൻ്റെ പഠിച്ചതാണ്. മോഡുലസിൻ്റെ റേസ് ടു എന്നും വരും, കോസ് ആർഗ്യുമെൻ്റ് അതിൻ്റെ സമം വരും. സോ n ടൈംസ് 5 പ്ലസ് ഐ സൈൻ n5 എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ ഇതുപോലെ സെറ്റ് ഉണ്ട്, ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ മോഡുലസുകൾ ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് 4 raised to n is equal to 6 ആയിരിക്കും. ആർഗ്യുമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. n5 is equal to cos n5 is equal to cos n5 is equal to cos തീറ്റ, sin n5 equal to sin തീറ്റ എന്ന് കിട്ടും. sin n5 is equal to sin theta, which implies rho equal to r raised to 1 by n, nth root of r. ഇനി ഇവിടെ cos n5 equal to cos theta, sin n5 is equal to sin theta എന്നുണ്ട്. സോ this is equal to n5 is equal to theta plus or minus 2k pi ആയിരിക്കും. cos n5 cos theta ആകുക, sin n5 sin theta ആകുക, cos theta sin theta 2π പീരിയോഡിക് ഫങ്ഷൻസ് ആകുക. സോ n5 ഈക്വൽ ടു വെറും തീറ്റ അല്ല, തീറ്റ പ്ലസ് ഓർ മൈനസ് 2k pi. ഇത്രയും വാല്യൂസിനോടും n5 ഈക്വൽ ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് rho equal to r raised to 1 by n, phi equal to theta plus or minus 2k pi by n. സോ നമുക്ക് w എഴുതാം. w is equal to rho എന്തായി, r raised to 1 by n ആയി, ഇൻറ്റു കോസ് 5 ഇപ്പം എന്തായി, കോസ് തീറ്റ പ്ലസ് ഓർ മൈനസ് 2k pi by n പ്ലസ് ഐ സൈൻ തീറ്റ പ്ലസ് 2k pi by n. സോ ഈ രീതിയിൽ കെ ബിലോങ്സ് ടു സെറ്റ് ആണ്. പക്ഷെ കെ ഈക്വൽ ടു നമ്മൾ കെക്ക് 0 1 2 3 എക്സെട്ര അപ് ടു n-1 വരെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് n ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് വിത്ത് സെയിം മോഡുലൈ കിട്ടും. n distinct roots with the same moduli but different argument different ആയിരിക്കും, മോഡുലസ് സെയിം ആയിട്ടുള്ള ഇത്രയും എണ്ണം കിട്ടും. അതിനുശേഷം കെയിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആകുന്ന സമയത്ത് സെയിം റൂട്ട് തന്നെയാണ് നമുക്ക് മുമ്പ് കിട്ടിയ ആ റൂട്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരിക ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈനും കോസും 2π പീരിയോഡിക് ഫങ്ഷൻസ് ആണ്. സോ ഇവിടെ കെക്ക് n കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തീറ്റ പ്ലസ് 2nπ ബൈ n ആകും. ദിസ് ഇസ് അഗെയിൻ കെക്ക് 0 കൊടുത്ത വാല്യൂ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരും. ഇതുപോലെ ഓരോന്നും റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ട്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ കെക്ക് 0 മുതൽ n-1 വരെയുള്ള വാല്യൂസ് കൊടുത്താൽ മതി.
അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എന്നിനേക്കാളും വലിയ കെ എടുത്തിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുമെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കെക്ക് n+m എടുക്കുന്നു. അങ്ങനെയാവുന്ന സമയത്ത് ഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റ പ്ലസ് 2k π എന്ന് പറഞ്ഞാൽ n+m π ബൈ n. ഇതിനെ നമുക്ക് ഒന്ന് മാറ്റി എഴുതാം. തീറ്റ പ്ലസ് 2n π പ്ലസ് 2m π ബൈ n. ദിസ് ഈസ് തീറ്റ പ്ലസ് 2m π ബൈ n പ്ലസ് 2n π ബൈ n വേറെ ആയിട്ട് എഴുതുന്നു. 2n π ബൈ n എന്നും ക്യാൻസൽ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ പ്ലസ് 2m π ബൈ n പ്ലസ് 2π. ഫൈ ഈസ് ഈക്വൽ ടു ദിസ് പ്ലസ് 2π എന്ന് പറഞ്ഞാൽ അത് സെയിം, ശരിക്കും ഇതെന്താണോ അത് തന്നെയായിരിക്കും ഇതും. കാരണം 2π റൊട്ടേഷനിൽ, അതായത് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ, ഈ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ഇത് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് 2π റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ സെയിം ആംഗിൾ തന്നെയായിരിക്കും കിട്ടുക. സോ ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാം കെയിൻ്റെ വാല്യൂ എന്നോ എന്നേക്കാളും കൂടുതലോ ആവുന്ന സമയത്ത് നമുക്ക് സെയിം റൂട്ട്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ആകെ എത്ര റൂട്ട്സ് ഉണ്ടാവും? WK റൂട്ടിൻ്റെ nth റൂട്ട് ഓഫ് കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോം r⁻1/n cos തീറ്റ പ്ലസ് 2k π ബൈ n പ്ലസ് I sin തീറ്റ പ്ലസ് 2k π ബൈ n where k is equal to 0, 1, 2, 3 up to n-1. ഇതാണ് nth റൂട്ട്സ് ഓഫ് ദി നോൺ സീറോ കോംപ്ലക്സ് നമ്പർ സെറ്റ്. ആകെ n റൂട്ട്സ് ഉണ്ടാകും. ഇതിൽ W0 എന്ന് പറയുന്നത് നമ്മളെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എടുത്താലാണ്. അതായത് k 0 ആകുന്ന സമയത്ത് തീറ്റ ബൈ n, ഇത് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ആണ്. അങ്ങനെ കിട്ടുന്ന റൂട്ടിനെ പ്രിൻസിപ്പൽ റൂട്ട് എന്ന് പറയും. പ്രിൻസിപ്പൽ nth റൂട്ട് ഓഫ് സെറ്റ് എന്ന് പറയും. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് Z1 and Z2. Z1ന്റെ ആർഗ്യുമെന്റ് തീറ്റ 1, Z2ന്റെ ആർഗ്യുമെന്റ് തീറ്റ 2. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താലുള്ള Z1 Z2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആർഗ്യുമെന്റ് തീറ്റ 1 പ്ലസ് തീറ്റ 2. അപ്പോൾ ഇങ്ങനെ വരും. ഇത് ദിസ് ഇസ് തീറ്റ 1 പ്ലസ് തീറ്റ 2. ഈ ലെങ്ത് എന്ന് പറയുന്നത് R1 R2. ഇതാണ് Z1 into Z2. ഈ രീതിയിലാണ് കോംപ്ലക്സ് നമ്പേഴ്സിന് ജിയോമെട്രിക്കലി വിഷ്വലൈസ് ചെയ്യുക. സോ ഇവിടെ നമ്മുടെ nth റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു k = 0, 1, 2, 3 etc. n-1 അത്രയും ഡിസ്റ്റിങ്ക്റ്റ് nth റൂട്ട്സ് കിട്ടും. അതായത് n ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ഉണ്ട്. ആ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സിൻ്റെ ഒക്കെ മോഡുലസ് r⁻1/n ആണ്. സോ ഈ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഒക്കെ മോഡുലസ് കോൺസ്റ്റന്റ് ആണെന്ന് പറയുമ്പോൾ അത് ഒരു സർക്കിൾ ആയിരിക്കും. സർക്കിളിലെ പോയിന്റ്സ്, സർക്കിളിലെ പോയിന്റ്സ് ആയിരിക്കും. അതായത് r⁻1/n 0 സെൻറ്റർ ആയിട്ട് r⁻1/n റേഡിയസ് ആയിട്ട് വരുന്ന സർക്കിളിലാണ് ഈ nth റൂട്ട്സുകൾ ഈക്വലി സ്പേസ്ഡ് ആയിട്ട് ആണ് ഉണ്ടാകുക. ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ രണ്ട് ആർഗ്യുമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് 2π/n ആണ്. സോ അതിൻ്റെ ഡിഫറൻസ് 2π/n ആയതുകൊണ്ട് ആദ്യത്തെ π/n എന്ന് പറയുന്ന ആംഗിളിൽ ഫസ്റ്റത്തെ W0 എന്ന് പറയുമ്പോൾ 0 ആണ്. സോ ഇവിടെ W0, W1, W2 ഇങ്ങനെ ഈക്വലി സ്പേസ്ഡ് ആയിട്ട് ആയിരിക്കും. അതായത് ഒരു സർക്കിളിലായിരിക്കും ഈ nth റൂട്ട്സ് ലൈ ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, നെക്സ്റ്റ് nth റൂട്ട് ഓഫ് യൂണിറ്റി. nth റൂട്ട് ഓഫ് യൂണിറ്റി.
നമ്മൾ നേരത്തെ nth റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ് നോൺ സീറോ കോംപ്ലക്സ് നമ്പർ ജനറൽ ആയിട്ട് കണ്ടു. ഇനി nth റൂട്ട് ഓഫ് എ യൂണിറ്റി ആണ് കാണുന്നത്. nth റൂട്ട് ഓഫ് എ യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് അതിന് നമ്മൾ ഈ ഒരു ഇക്വേഷൻ സെറ്റ് റേസ് ടു n ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. സപ്പോസ് സെറ്റ് ഈസ് ഈക്വൽ ടു ആർ ഇ റേസ് ടു ഐ തീറ്റ ബി ദി റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ എടുക്കുക. എന്നിട്ട് സെറ്റ് റേസ് ടു n ഇസ് ഈക്വൽ ടു 1 ഈ ആർ ഇ റേസ് ടു ഐ തീറ്റ സെറ്റിന് ഇട്ട് കൊടുക്കുമ്പോൾ ദിസ് ഇസ് ആർ റേസ് ടു n ഇ റേസ് ടു ഐ എൻ തീറ്റ ഇസ് ഈക്വൽ ടു 1 ഒന്ന് പോളാർ ഫോമിലേക്ക് അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. 1 നമുക്ക് ഇ റേസ് ടു ഐ സീറോ എന്ന് എഴുതാം. ഇ റേസ് ടു ഐ സീറോനെ നമുക്ക് നേരത്തെ nth റൂട്ട് കണ്ട പോലെ എഴുതുകയാണെങ്കിൽ ഇ റേസ് ടു ഐ ഇൻറ്റു സീറോ പ്ലസ് 2k പൈ നേരത്തെ നമ്മൾ കണ്ടതാണ് nth റൂട്ട് ഓഫ് കോംപ്ലക്സ് നമ്പർ എഴുതിയ മോഡൽ. അപ്പോൾ അതുപോലെ എഴുതുക. ദിസ് ഈസ് ആർ റേസ് ടു n ഇ റേസ് ടു ഐ എൻ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ. ഇതാണെങ്കിൽ 1 ഇൻറ്റു 1 മോഡുലസ് കോസ് ആർഗ്യുമെൻറ്റ് 0 പ്ലസ് 2k പൈ പ്ലസ് ഐ ഇൻറ്റു സൈൻ 0 പ്ലസ് 2k പൈ. ഇനി കമ്പയർ ചെയ്താൽ ആർ റേസ് ടു n ഈസ് ഈക്വൽ ടു 1 ആർ റേസ് ടു n ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ആർ ഈക്വൽ ടു 1. പിന്നെ എൻ തീറ്റ ഈസ് ഈക്വൽ ടു 2k പൈ. സോ തീറ്റ ഈസ് ഈക്വൽ ടു 2k പൈ ബൈ n. സോ z ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു exponential I 2k pi by n. That is cos 2k pi by n plus I sin 2k pi by n, where k equal to 0 plus or minus 1 plus or minus 2 etc. ഇനി ഈ റൂട്ട്സ് എക്സ്പൊണൻഷ്യൽ ഫോമിലാണ് ഉള്ളത്. സോ നമുക്ക് പറയാൻ പറ്റും ഇത് ഒരു യൂണിറ്റ് സർക്കിൾ വിത്ത് റേഡിയസ് radius 1, that is unit circle centered at the origin. ആ സർക്കിളിൽ ഈ റൂട്ട്സ് ഒക്കെ ഈക്വലി സ്പേസ്ഡ് ആയിട്ട് ഫസ്റ്റത്തെ 1 എന്ന് പറയുന്നത് ഇവിടെ കിടക്കും. പിന്നെ അടുത്ത 2 π n നമുക്ക് പറയാം they all lie on the unit circle centered at the origin and are equally spaced around that circle at every radian എന്ന് പറയാം. ഇങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള n റൂട്ട്സ് ഉണ്ടാവും. k is equal to 0 1 2 3 up to n minus 1 വരെ. സേ ലെറ്റ് ഞാൻ അതിലത്തെ k 0 ആകുമ്പോൾ ഉള്ളതിനെ e raised to I 2 pi by n wn ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ then for k is equal to 0 1 2 3 etc n minus 1നെ wn raised to k power exp I 2k pi by n ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ 1 omega n square etc omega n raised to n minus 1 ഇതൊക്കെ ആയിരിക്കും nth റൂട്ട് ഓഫ് യൂണിറ്റി വരുന്നത്. n 2 ആകുന്ന കേസിൽ 1ഉം -1ഉം ആയിരിക്കും nth റൂട്ട് ഓഫ് യൂണിറ്റി. n 3 ആകുന്ന സമയത്ത് 1 ഒമേഗ സ്ക്വയർ ഇതായിരിക്കും nth റൂട്ട് ഓഫ് യൂണിറ്റി. ഇത് നമ്മളെ യൂണിറ്റ് സർക്കിളിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചാൽ അതിൻ്റെ വെർട്ടിസസ് ആയിരിക്കും. അതായത് they correspond to points lying at the vertices of a regular polygon of 3 sides. ഇനി n 4 ആവുന്ന സമയത്ത് 1 ഒമേഗ സ്ക്വയർ ഒമേഗ ക്യൂബ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെഗുലർ 4 സൈഡുള്ള
റെഗുലർ പോളിഗണിന്റെ വെർട്ടിസസ് ആയിട്ടായിരിക്കും ഈ 1 ഒമേഗ ഒമേഗ സ്ക്വയർ ഒമേഗ ക്യൂബ് വരിക. അതായത് 1 ഇവിടെ വരും, ഒമേഗ ഇവിടെ വരും, ഒമേഗ സ്ക്വയർ ഇവിടെ വരും, ഒമേഗ ക്യൂബ് ഇവിടെ വരും. സോ ഇത് യൂണിറ്റ് സർക്കിളിൽ കിടക്കും. സോ ഈ രീതിയിലാണ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റി കാണുന്നത്. nth റൂട്ട്സ് ഓഫ് യൂണിറ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇതെല്ലാം.